അവൾ എന്നും എനിക്കൊരു സാന്ത്വനമായിരുന്നു. എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും പകരം വെക്കാനില്ലാത്ത ആത്മാർത്ഥ സ്നേഹമായിരുന്നു അവളുടേത്. പക്ഷേ പ്രണയിച്ച് കൊതി തീരും മുമ്പേ വിധി അവളെ ഈ ലോകത്തിന്റെ ഏതോ കോണിലേക്ക് വലിച്ചെടുത്തു. എനിക്ക് നഷ്ടമായത് എൻ്റെ എല്ലാമെല്ലാമായ അവളെ മാത്രമായിരുന്നില്ല. നമ്മൾ എഴുതാൻ ബാക്കി വച്ച ജീവിതകഥയിലെ മാധുര്യം നിറഞ്ഞ കുറേ അധ്യായങ്ങളായിരുന്നു. അവൾ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് തണലായി, എനിക്ക് സാന്ത്വനമായി. പ്രണയസല്ലാപം, സിംബൽ ഓഫ് ട്രൂ ലവ്. പ്രണയസല്ലാപത്തിന്റെ വൈവിധ്യമാർന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. പ്രണയസല്ലാപം, സിംബൽ ഓഫ് ട്രൂ ലവ്. ഹലോ, നമസ്കാരം. പ്രണയസല്ലാപത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഓ, പേര് പറയുന്നില്ല. ഇത് ഇന്നലെ പേര് പറയാത്ത ആളാണോ? ഈശ്വര, ആ സെയിം ആള് തന്നെയാണ്. അപ്പൊ ഇന്നലെ വിളിച്ച അതേ ആള് തന്നെയാണ്. അപ്പൊ കാര്യം എന്തായി? അന്ന് പറഞ്ഞല്ലോ നമ്മുടെ ശ്യാമിന് ഇപ്പൊ സന്തോഷമായോ? ശ്യാം വിളിച്ചോ? വിളിച്ചു. അപ്പൊ നോക്ക്, അപ്പൊ ഞാൻ ഇന്നലെ എന്തോ പറഞ്ഞത്? ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഹാപ്പിയാന്നോ? അപ്പൊ എന്നാ പാർട്ടി? എനിക്ക് എപ്പോഴാ പാർട്ടി? ശ്യാം മിണ്ടിയതുകൊണ്ട് എനിക്ക് പാർട്ടി ഇല്ലേ? എപ്പോ പാർട്ടി പറ? അപ്പൊ ശ്യാമിനോട് പറഞ്ഞായിരുന്നോ ഇങ്ങോട്ട് വിളിച്ചു, പ്രണയസല്ലാപത്തിലേക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നോ? പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു കോൾ എനിക്ക് വന്നായിരുന്നു. നമ്മുടെ കോളേജിന്റെ അടുത്ത് നിന്ന് കണ്ട കോള് വന്നത്. ശ്യാം എന്നാണ് പുള്ളിക്കാരന്റെ പേര് പറഞ്ഞത്. ആ ശ്യാമാണോ? ആ ശ്യാമാണ്. അപ്പൊ പെട്ടെന്ന് കട്ട് ചെയ്ത് പോയി പുള്ളിക്കാരൻ. പുള്ളിക്കാരനോട് പറയണം ഞാൻ സംസാരം ഇങ്ങനെയുള്ള ആള് പാവാന്ന് പറയണം കേട്ടോ. അപ്പൊ ഇപ്പൊ സന്തോഷമാണല്ലോ? സന്തോഷമായി, ഹാപ്പിയായി. ഒരു വിഷമമില്ലല്ലോ ഇപ്പൊ? ഇനിയിപ്പൊ ഇതുപോലുള്ള എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയിക്കണേ. അറിയിക്കണം കേട്ടല്ലോ? എന്തോ ഒരു വിഷമമുള്ളത് പോലെ സന്തോഷം. ഹാപ്പി ആവേണ്ട സമയത്ത് ഹാപ്പി ആവ്. ഹാപ്പി കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഹാപ്പി അല്ലേ? ശ്യാം ഇന്ന് വിളിച്ചോ? ഓ, ഇന്നിപ്പോ ഇനി വിളിയോട് വിളിയായിരിക്കും അല്ലേ? ഇനിയിപ്പം കൊറേ ദിവസം മിണ്ടായിരുന്നല്ലേ? ഓ, സന്തോഷം കൊണ്ട് ശബ്ദം പോലും പുറത്തു വരുന്നില്ല അല്ലേ? മിസ് എക്സ് അല്ലേ നമ്മൾ ഇന്നലെ കൊടുത്ത പേര്? മിസ് എക്സ് എന്നല്ലേ ഇന്നലെ ഞാൻ തന്ന പേര്? അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. മിസ് എക്സ് കേട്ടോ. എപ്പോഴെങ്കിലും എന്റെ പേരോ? മിസ് എക്സ്, എക്സ് വൈ എന്ന് പറയത്തില്ലേ? അതുപോലെ മിസ് എക്സ് നമ്മള് കണക്കിലൊക്കെ പറയട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ 2 എക്സ് എന്നിരിക്കട്ടെ, അത് എക്സ് എന്നിരിക്കട്ടെ. പേര് കിട്ടാത്തപ്പോ ഞാനെന്ത് പറയാനാ? പേര് പറയാനോ താല്പര്യമില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു പേര് ഞാൻ വെക്കണ്ടേ? എന്തോ? ശ്യാമിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ. ശ്യാമിന്റെ പേര് പറഞ്ഞായിരുന്നു. ഇല്ല, ശ്യാമിന്റെ പേര് അങ്ങനെ മറക്കുവോ? അങ്ങനെ ഇതിലേക്ക് വരുന്ന കോളൊന്നും ഞാൻ അത്ര പെട്ടെന്ന് മറക്കത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് മിസ് എക്സിന്റെ കോള്. കാരണം ഇന്നലെ എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചാണ്. ശ്യാമിന്റെ കാര്യം പറഞ്ഞ് പേര് ഞാൻ പറയത്തില്ല, എന്റെ പേര് പറയാൻ എനിക്കിപ്പോ നിർവാഹമില്ല. ഞാൻ ഒരുപാട് ശ്യാമിനെ ഇഷ്ടപ്പെടുന്നു. ശ്യാം ഇപ്പൊ പിണക്കത്തിലാണ്. എനിക്ക് 4-5 ദിവസമായി വിളിച്ചിട്ട് എന്തായാലും എന്നെ വിളിച്ചിരിക്കണം. ഇന്നലെ കുറെ കരഞ്ഞല്ലേ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നലെ ഇപ്പൊ സന്തോഷമായല്ലോ ഇപ്പൊ? എനിക്കത് മാത്രമേ അറിയണ്ടൂ. അപ്പൊ പാർട്ടിയുടെ കാര്യങ്ങൾ സീനറ്റിൽ എന്നെ വിളിച്ച് പറയണം എപ്പോഴാ പാർട്ടി എന്ന് കേട്ടോ. ഇവിടെ സീനറ്റിലെ മൊത്തം മെമ്പേഴ്സിനും പാർട്ടി കൊടുക്കണം കേട്ടല്ലോ. ഈ സീനറ്റിലെ മൊത്തം മെമ്പേഴ്സിനും പാർട്ടി കൊടുക്കണമെന്ന്. ശ്യാമും കൂടെ വന്നോട്ടെ. ഓ, ആ സന്തോഷം കണ്ടാൽ മതിയല്ലോ. ഇതാണ് കേട്ടോ ആത്മാർത്ഥ സ്നേഹം.
ആണോ? ഇപ്പം മനസ്സിലായല്ലോ, ഞാനൊരു പ്രഡിക്ടറാ, ഞാൻ എല്ലാം പ്രവചിക്കുന്ന ആളാ. നാളെ തന്നെ മിണ്ടു എന്ന് പറഞ്ഞാൽ നാളെ തന്നെ മിണ്ടിയിരിക്കും. ഇതിൽ മാജിക് ഒന്നുമില്ല കേട്ടോ. അതാണ് നമ്മുടെ പ്രണയസല്ലാപം. കേട്ടല്ലോ? തീർച്ചയായിട്ടും മോളെ, തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ. ശ്യാമിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ശ്യാമിന് വേണ്ടി ജീവിക്കുന്ന, ശ്യാമിന്റെ സ്വന്തം മിസ് എക്സിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രണയഗാനം ഞങ്ങൾ വെച്ചുതരാം കേട്ടോ. അപ്പൊ മോളെ വിളിച്ചതിന് ഒരുപാട് നന്ദി. കൂട്ടുകാരോടൊക്കെ പരിപാടി കാണാൻ പറയാം കേട്ടോ. പിന്നെ ഇന്നലെ പറഞ്ഞല്ലോ ജിത്തു, ചിഞ്ചു, 4-5 പേരുടെ പേര് പറഞ്ഞല്ലോ. 4-5 പേരുടെ പേര് പറഞ്ഞില്ലേ ഇന്നലെ? ആ ഗീതു, അവർക്കൊന്നും ഇന്ന് വേണ്ട അല്ലേ? ഓ അങ്ങനെ. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ വിഷമം പറയത്തില്ലേ? എന്തുവാ നീ എന്തോ അവനെ മാത്രം കൊടുത്തേ, ഞങ്ങൾക്കൊന്നും പാട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവർ നിന്നെ വിഷമിപ്പിക്കത്തില്ലേ? അവരോട് ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പറ കേട്ടോ. അവരോട് ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പറയാന്ന്. ചുമ്മാ വെറുതെ ഇരിക്കുമല്ലേ വീട്ടില്, സ്ക്രോളിങ് കാണുമ്പോ വിളിച്ചൂടെ? എന്തായാലും വിളിക്കാൻ പറയണേ കേട്ടല്ലോ. അതുപോലെ ശ്യാമിനോട് പറയണം, എന്റെ ഈ ശബ്ദം മാത്രമേ ഇങ്ങനെയുള്ളൂ, ആള് പാവാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം കേട്ടോ. പണിയുടെ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ ഉടൻ തന്നെ വിളിച്ചോ? ഓ നോക്ക്, ഞാൻ സംഭവം തന്നെയല്ലേ. ശരി, നല്ലൊരു പാട്ട് ശ്യാമിന് വേണ്ടി വെച്ചുതരാം കേട്ടോ. നല്ല പാട്ട് ഏതെങ്കിലും പാട്ട് സെലക്ഷനിലുണ്ടോ, മനസ്സിലുണ്ടോ? പറ. ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലുണ്ടോ ശ്യാമിന് വെച്ചു കൊടുക്കാൻ? പറഞ്ഞു. ഓൺ ഡിമാൻഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ലൊരു പാട്ട് വെച്ചുതരാം. ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. അതും ഓർമ്മയില്ലേ? പേരോ ഓർമ്മയില്ല, എന്നാ പാട്ടെങ്കിലും ഓർത്ത് വെച്ചുകൂടെ? അയ്യോ, നല്ല സെലക്ഷൻ ആണല്ലോ. നല്ല സെലക്ഷൻ ആണല്ലോ എന്ന്. ഓ, ശ്യാമിന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാലേ. എന്നാ പറഞ്ഞോളൂ, ശ്യാമിന് ഇഷ്ടപ്പെട്ട കളർ ഏതാ? ശ്യാമിന് ഇഷ്ടപ്പെട്ട കളർ ഏതാ? റെഡോ? അപ്പൊ ശ്യാമിനെ വിളിച്ചു ചോദിക്കുമ്പം പുള്ളിക്കാരൻ പറയും ഗ്രീൻ. നല്ല മനപ്പൊരുത്തമായിരിക്കും അല്ലേ? ഞങ്ങൾ എന്തായാലും ശ്യാമിന് വേണ്ടിയിട്ട് അനിയത്തി പ്രാവിലെ നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ശരി, ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോണേ. ശ്യാമിനോട് വിളിക്കാൻ പറയണം കേട്ടോ. ബൈ ബൈ. ഇപ്പൊ വിളിച്ചത്, ഇന്നലെ വിളിച്ച പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു കുട്ടിയായിരുന്നു. മിസ് എക്സ് എന്നായിരുന്നു ഞാൻ ആ കുട്ടിക്ക് പേരിട്ടത്. എന്തായാലും മിസ് എക്സ് ഇപ്പോ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രണയത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കണമെന്ന്. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് അധികകാലം വിഷമിക്കേണ്ടി വരത്തില്ല, എന്തായാലും ശ്യാം പെട്ടെന്ന് തന്നെ വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഫോൺ വിളിച്ച ഉടൻ തന്നെ അടുത്ത നിമിഷം തന്നെ ശ്യാം വിളിച്ചു പറഞ്ഞു. അപ്പൊ ശ്യാമേ, അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ശ്യാമിനെ മിസ് എക്സ്. അതായത് എനിക്ക് പേരെന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് വിളിക്കുന്നത്. എന്തായാലും ശ്യാം ഒരുപാട് ആ കുട്ടി ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം മനസ്സിൽ വെക്കുന്നതുകൊണ്ടാണ് ഇന്നലെ ആ സമയത്ത് തന്നെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്യാമിന് തോന്നിയത്. എന്തായാലും ശ്യാമിന് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് അനിയത്തി പ്രാവിലെ എന്നും നിന്നെ പൂജിക്കാം എന്നുള്ള പാട്ടാണ്. ആ പാട്ട് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതിയെ. എന്നും എന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൽ കുഞ്ഞുമാരി കുളിരായി നീ അരികെ. ഒരു പൂവിന്റെ പേരിൽ നീ ഇഴനെയ്തരാഗം, ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്ന് നിമിഷം വാചാലം. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതിയെ. എന്നും എന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൽ കുഞ്ഞുമാരി കുളിരായി നീ അരികെ.
ഏകാന്തയാമത്തിൻ വരമാണോ? പൂജയ്ക്കു നീ വന്നാൽ പൂവാകാം, ദാഹിച്ചു നീ നിന്നാൽ പുഴയാകാം. ഈ സന്ധ്യകൾ അല്ലിത്തേൻ ചിന്തുകൾ, പൂമേടുകൾ രാഗത്തേൻ കൂടുകൾ, തോരാതെ തോരാതെ ദാഹമേഘമായി പൊഴിയാം. എന്നും എന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികെ. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. ആകാശം നിറയുന്ന സുഖമോ നീ, ആത്മാവിലൊഴുകുന്ന മധുവോ നീ. മോഹിച്ചാൽ ഞാൻ നിന്റെ മനവാട്ടി, മോതിരം മാറുമ്പോൾ വഴികാട്ടി. ശ്രീമന്ദിരി സ്നേഹപാലാഴി, ഈ ഓർമ്മതൻ ലില്ലിപ്പൂന്തോണിയിൽ തീരങ്ങൾ തീരങ്ങൾ തേടി ഓമലേ. തുഴയാം. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. എന്നും എന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികെ. ഒരു പൂവിന്റെ പേരിൽ നീ ഇഴനിതരാഗം, ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു. ഇനി ഈ നിമിഷം വാചാലം. ലാ 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 ലാ. ലാ 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 ലാ. പ്രണയ സല്ലാപം, സിംബൽ ഓഫ് ട്രൂ ലവ്. ഒരു കോളർ ലൈനിലുണ്ട്, നമുക്കെടുത്ത് സംസാരിക്കാം. അതെ, പ്രണയ സല്ലാപമാണ്. ആരാ വിളിക്കുന്നത്? ഹലോ, ഷമീർ. എവിടുന്നാ വിളിക്കുന്നത് ഷമീർ? നീലേശ്വരം. നീലേശ്വരം എവിടെ സ്ഥലം? മാർക്കറ്റിലല്ലേ? അപ്പൊ ഞങ്ങളുടെ പരിപാടികളൊക്കെ കാണാറുണ്ടോ? ഓക്കെ. ഷമീർ എന്ത് ചെയ്യോ ഇപ്പൊ? ഹലോ ഹലോ. ഗൾഫിൽ നിന്ന് വന്നല്ലേ? അപ്പൊ പ്രവാസിയാന്നർത്ഥം. ഡിഗ്രി കഴിഞ്ഞിട്ട് പോയതാ? ഇപ്പൊ വന്നതല്ലേ? വിസിറ്റിങ്ങിന് പോയതാണോ? അടുത്ത ആഴ്ച. എന്തെങ്കിലും ജോലി റെഡിയായോ? റെഡിയായോ? എന്തുവാ ജോലി? അക്കൗണ്ടന്റ് ആണല്ലേ? അപ്പൊ നല്ലൊരു കമ്പനി തന്നെ കിട്ടിയല്ലേ? ആയിക്കോട്ടെ. എന്തായാലും എന്റെ പ്രാർത്ഥന കൂടെ ഉണ്ട്. നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകട്ടെ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും നന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും പ്രണയസല്ലാപം കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞോളൂ, എന്താണ് പ്രണയത്തെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും. പ്രണയിച്ചിട്ടുണ്ടോ? അച്ഛനായിട്ട് പ്രണയം. തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ അതായത് അച്ഛനെ പ്രണയിക്കുന്നു, അമ്മയെ പ്രണയിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ആത്മാർത്ഥമായി മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടിയെ തന്റെ ജീവിത സഖിയായി കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ മനസ്സിൽ ഇതുവരെ പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഒരു പെൺകുട്ടിയോട് തോന്നുന്ന രീതിയിൽ ഒരു നമ്മുടെ ഒരു ഏജിന്റെ ഒരു ഇത് വെച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് അല്ലേ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പൊ നല്ലൊരു പെൺകുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ അവതരിപ്പിക്കും, അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കല്യാണം നടത്തും അല്ലേ? അങ്ങനെയാണല്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് പറഞ്ഞോളൂ, പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം പൊതുവെ? പ്രണയം എന്ന് വെച്ചാൽ മനുഷ്യന് പ്രായം ചെല്ലുന്നതും നമ്മളെ ഏജ് കുറക്കുന്നതും ഒരു ഇതായിട്ടാണ് ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മധുരം
അതെ അതെ തീർച്ചയായിട്ടും. പ്രണയത്തിന് കാലമോ മതമോ അല്ലെങ്കിൽ പ്രായമോ അങ്ങനെയുള്ള അതിരുകളൊന്നും ഇല്ല. നമുക്ക് പ്രണയിക്കാം. തീർച്ചയായിട്ടും സത്യമാണ് കേട്ടോ. നല്ലൊരു പ്രണയ കഥ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമായിട്ടുണ്ടല്ലേ? അതെ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മുംതാസ് എന്ന തന്റെ പത്നിയെ ഒരുപാട് സ്നേഹിക്കുകയും അതിന്റെ സിംബലായി, അതിന്റെ പ്രതീകമായി അദ്ദേഹം താജ്മഹൽ എന്ന് പറയുന്ന വലിയൊരു സൗധം, വലിയൊരു കൊട്ടാരം പണിയുകയും ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആത്മാർത്ഥ പ്രണയങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഹിസ്റ്ററി, ഈ പ്രസന്റ് ഹിസ്റ്ററിയിൽ വേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആത്മാർത്ഥ പ്രണയങ്ങൾ കുറഞ്ഞു വരികയാണെന്നല്ലേ പറയുന്നത് സത്യം പറഞ്ഞാൽ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആത്മാർത്ഥ പ്രണയങ്ങളൊന്നും ഇപ്പം തന്നെ ഇല്ല. ഇപ്പൊ എല്ലാം ടൈം പാസ് ആയിട്ട് പോകുന്ന പ്രണയങ്ങളല്ലേ? സത്യമാണ്. വെറുതെ ഒരു ഫാന്റസിക്ക് വേണ്ടിയിട്ട് അതിന്റെ സുഖം അറിയാം, ജസ്റ്റ് ഒന്ന് പ്രണയിക്കുക പോവുക. അതിനൊരു ആത്മാർത്ഥത എന്ന് പറയുന്ന രീതിയിലൊന്നുമില്ല അല്ലേ? കാണാനേ പറ്റുന്നില്ല. സത്യമാണ് കേട്ടോ. ഓക്കെ ഷമീർ പറഞ്ഞോളൂ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഷമീറിന്റെ കൂട്ടുകാർക്കൊക്കെ പ്രണയം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ? എല്ലാം ആത്മാർത്ഥ പ്രണയങ്ങളായിരുന്നു അല്ലേ? 3 കൊല്ലത്തെ പ്രണയം. അതിന്റെ കഥയൊന്നും ഞങ്ങളുമായി വിവരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സത്യമാണ് കേട്ടോ. ഇത് ഷമീറിന്റെ അനുഭവം അല്ലല്ലോ. അതെ കൂട്ടുകാർ, സത്യമാണ് കേട്ടോ. ഷമീർ പറയുന്നത് കറക്റ്റാണ്. കാരണം നമ്മൾ ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി നമ്മൾ പ്രണയിക്കുന്നു, അവസാനം 3 വർഷത്തെ പ്രണയത്തിന് ശേഷം നമ്മൾ ആ കുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അതായത് നമ്മൾ വിളിക്കുന്ന സമയത്ത് അത് എൻഗേജ്ഡ് ആയിട്ട് കാണുന്നു. മാനസികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ആത്മാർത്ഥതയാണുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ആത്മാർത്ഥതയിലാണ് നമ്മളെ പ്രണയിച്ചത് ഇത്രയും കാലം അല്ലേ? ഇതൊക്കെയാണ് പ്രണയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ ആത്മാർത്ഥമായ പ്രണയങ്ങളും ഈ കാലത്ത് ഇല്ലേ? അത്രയും മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായ പ്രണയത്തിലോട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ ഷമീർ പറഞ്ഞ പോലെ വെറും ഫാന്റസി വേൾഡിൽ കറങ്ങി അടിച്ചു വന്ന് ഞാൻ പ്രണയിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രണയത്തിന് പല അർത്ഥതലങ്ങളും കണ്ടെത്തുകയാണ് അല്ലേ? അതെ. ഇപ്പോൾ ശരിക്കും നമുക്ക് പ്രണയം മനസ്സിലാകണമെങ്കിൽ പഴയ കവികൾ തുടങ്ങിയ കവികൾ പാടിയതുപോലെയുള്ള കവിതകളിലെ പ്രണയം കാണാൻ പറ്റും. സത്യമാണ്. എന്തായാലും ഷമീർ ഒരുപാട് പഠിച്ചിട്ട് പറയുന്നത് പോലെ ഉണ്ട് കേട്ടോ. പഴയകാല പ്രണയങ്ങളൊക്കെ നമുക്കറിയാം, മധുരതമമായ പ്രണയങ്ങൾ, എപ്പോഴും നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള പ്രണയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും അത്രത്തോളം പ്രണയിച്ച ഒരു പെൺകുട്ടി ജനറേഷനെ പണത്തോട് താല്പര്യമുള്ളതുകൊണ്ടാണ് പെൺകുട്ടികളും ആൺകുട്ടികളും പണത്തിന്റെ പിറകെ. സത്യമാണ് ഷമീർ, വളരെ സത്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലത്ത് പണം അതാണ് ഇപ്പൊ എല്ലാത്തിനും മുന്നിലായിട്ട് നിൽക്കുന്നത്. പ്രണയത്തിന് പോലും പണം ഒരു പ്രതീകമായി വരുന്ന അവസ്ഥ. പണം ഉണ്ടെങ്കിൽ അവിടെ പ്രണയമുണ്ട്. നിനക്ക് പണമുണ്ടോ ഞാൻ നിന്നെ പ്രണയിക്കാമെന്നുള്ള രീതിയിലാണ് പെൺകുട്ടികളൊക്കെ വരുന്നത് അല്ലേ? അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ ഷമീർ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഇക്കാലത്ത് പണത്തിന് പിറകിലെ പോകുന്ന പല പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവന്റെ ദുഃഖത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവന്റെ സന്തോഷത്തിലോ ദുഃഖത്തിലോ പങ്കുചേരാൻ ഒരു പെൺകുട്ടികളും ഇല്ല. പക്ഷെ പണം ഉണ്ടോ അവിടെ നമ്മൾ പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അവിടെ ഉണ്ട്. സത്യമല്ലേ അത്? എന്തായാലും ഷമീർ വിളിച്ചതിന് ഒരുപാട് നന്ദി. എന്തായാലും ഇപ്പൊ പറഞ്ഞല്ലോ ഗൾഫിൽ പോയി എന്തായാലും നല്ലൊരു ജോലി സമ്പാദിച്ചിരിക്കുകയാണ്, അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടിയിരിക്കേണ്ട നല്ല കമ്പനിയിൽ. എന്തായാലും ഇനി അങ്ങോട്ടും ഞങ്ങളുടെ പരിപാടി മുടങ്ങാതെ കാണണം. പ്രവാസ ജീവിതത്തിന് എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. വീട്ടില് ഉപ്പായോടും ഉമ്മയോടും എല്ലാവരോടും ഞാൻ അന്വേഷിച്ചായിട്ട് പറയാം കേട്ടോ. അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി ഷമീർ. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമിന് വിളിക്കണം. പറ്റുമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓൺലൈനിലൂടെ ലഭ്യമാണ് നമ്മുടെ സീനെറ്റ് ചാനൽ കേട്ടോ. കാണാറുണ്ട്. അപ്പൊ മറക്കാതെ കാണണം കേട്ടോ. ഓക്കെ ഷമീർ, വിളിച്ചതിന് ഒരുപാട് നന്ദി. ബൈ, താങ്ക് യു. നമുക്കൊരു നല്ല പ്രണയഗാനം കണ്ടിട്ട് തിരിച്ചു വരാം. കനാ കണ്ടേ നടി തോഴി കണ്ടേ നടി കനാ കണ്ടേ നടി കനാ കണ്ടേ നടി കനാ കണ്ടേ നടി കനാ കണ്ടേ നടി
கனா கண்டேனடி புன்விழி முடைமொழி வரி முழுவதும் கவிதைகள் அகமெது புறமெது புரிந்தது போலே கனா கண்டேனடி உன்முடி முதல் அடி வரை முழுவதும் இனிமைகள் சுவையது சுகமெது அறிந்தது போலே கனா கண்டேனடி தோழி கனா கண்டேனடி எதையோ என் வாய் சொல்ல தொடங்க அதையே உன் வாய் சொல்லி அடங்க உதடுகள் நான்கும் முட்டிக்கொள்ள நான் கண்டேன் நிலம் போலும் மனம் விருந்து கிடக்க நிழல் போல் என் மனம் சரிந்து படுக்க இதயம் இரண்டும் கட்டிக்கொள்ள நான் கண்டேன் ஒரு கண்ணில் அமுதம் கண்டேன் மறு கண்ணில் அமிலம் கண்டேன் எங்கெங்கோ தேடி தேடி உன்னில் என்னை நான் கண்டேன் கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி புன்விழி முதல் மொழி வரி முழுவதும் கவிதைகள் அகமெது புறமெது புரிந்தது போலே கனா கண்டேனடி உன்முடி முதல் அடி வரை முழுவதும் இனிமைகள் சுவையது சுகமெது அறிந்தது போலே இடைமேல் என் விரல் கவிதைக்கிருக்க படை போலும் விரல் பதறி தடுக்க கூச்சம் ஒன்னை நெட்டி தள்ள நான் கண்டேன் கொடியினில் காய்கிற சுடிதார் எடுத்து மடிக்கிற சாக்கில் வாசனை பிடித்து மூச்சில் உன்னை சொட்ட சொட்ட நான் கண்டேன் நிறமில்லா உலகம் கண்டேன் நிறமில்லா முன்னில் கண்டேன் எங்கெங்கோ தேடி தேடி என்னில் உன்னை நான் கண்டேன் தானா கண்டேனடி தோழி கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி புன்விழி முதல் மொழி வரை முழுவதும் கவிதைகள் அகமெது புறமெது புரிந்தது போலே கனா கண்டேனடி உன்முடி முதல் அடி வரை முழுவதும் இனிமைகள் சுவையது சுகமெது அறிந்தது போலே கனா கண்டேனடி தோழி கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி தோழி கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி கனா கண்டேனடி புன்விழி முடுமொழி வரி முழுவதும் கவிதைகள் அகமெது புறமெது புரிந்தது போலே கனா கண்டேனடி
മുടി മുതൽ അടിവரை മുഴുവതും ഇനിമകൾ സുവയത് സുഖമെത് അറിന്തത് പോലെ കനാ കണ്ടേ നടി തോഴി കനാ കണ്ടേ നടി. പ്രണയസല്ലാപം, സിംബൽ ഓഫ് ട്രൂ ലവ്. പ്രണയസല്ലാപത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണുന്നതുവരെ നിങ്ങളുമായി ബൈ പറഞ്ഞു പിരിയുന്നു. നിങ്ങളുടെ സ്വന്തം ബൈജു. ശരൽക്കാല സന്ധ്യ കുളിത്തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരൽക്കാല സന്ധ്യ കുളിത്തൂകി നിന്നു മലക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ ജലദേവരെ അറിയാതെ നീ കരഞ്ഞില്ലേ അതിനാ ഞാനോ നോവുന്നു. ശരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ആരാരും കാണാതിവിടെ മുന്നിൽ പൂ പോലെ വന്നു വിടർന്നു. ആരാരും കാണാതിവിടെ മുന്നിൽ പൂ പോലെ വന്നു വിടർന്നു. സുന്ദരി നിന്നിൽ വിരിഞ്ഞിടും മോഹനരാഗം അറിഞ്ഞു ഞാൻ. കല്ലോലിനിയുടെ മാറിൽ പോയി കഥകൾ പറഞ്ഞിടാം, കളികൾ പറഞ്ഞിടാം, ഹൃദയം മറന്നിടാം, മധുരം നുകർന്നിടാം. ശശികല മെഴികളിൽ ഒളിയുമായി വിളിക്കുന്നു നീ. ശരൽക്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. വളർന്നിടും മന്മഥമോഹം അറിഞ്ഞുവോ. ഏകാന്തതയുടെ തേരിൽ പോയി പുളകം വിതച്ചിടാം, ചിരികൾ പൊഴിച്ചിടാം, കരളിൽ നിറച്ചിടാം, അകലെ പറന്നിടാം. അഴിമുഖ തിരകളും തിരിയുമായി വിളിക്കുന്നു നീ.